കേരളത്തോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനമാണ് അസം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് വില കൊടുത്തും ഹിമന്ത് വിശ്വ ശർമ്മ എന്ന മുഖ്യമന്ത്രിയെ പരാജയപ്പെടുത്താനുള്ള കിടിലൻ നീക്കത്തിലാണ് ദേശീയ കോൺഗ്രസ് നേതൃത്വമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ലോകസഭാ പ്രതിപക്ഷ ഉപനേതാവായ ഗൗരവ് ഗൊഗോയിയെ PCC അധ്യക്ഷനാക്കി അതിനുവേണ്ടിയുള്ള എല്ലാ നീക്കവും പാർട്ടി വർഷങ്ങൾക്ക് മുൻപ് തന്നെ നടത്തി തുടങ്ങിയത്. ഇപ്പോഴിതാ ഒപ്പം തന്നെ സംഘടനാപരമായി ഏറ്റവും ശക്തിയാർജിച്ച ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ DK ശിവകുമാറിനെ കൂടി ഇറക്കി അസമിൽ കോൺഗ്രസ് കരുത്തു തെളിയിക്കുകയാണ്. ഒപ്പം തന്നെ ഇപ്പോൾ സംഘടനാപരമായി BJP വലിയ പാർട്ടിയാണെങ്കിലും RSS പശ്ചാത്തലമുള്ളവർ പാർട്ടിയിൽ ഹിമന്ത പ്രകടിപ്പിക്കുന്ന ഏകാധിപത്യ സ്വഭാവത്തിന് എതിരായി മാറിക്കഴിഞ്ഞു. BJPയുടെ ഉള്ളിലെ അസംതൃപ്തിയും അത് മുതലാക്കാൻ തന്നെയാണ് ഗൗരവ് ഗൊഗോയിയും കോൺഗ്രസും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രസിഡന്റായി സ്ഥാനം ഏറ്റെടുത്തത് മുതൽ തന്നെ പാർട്ടിയെ സംഘടനാപരമായി ശക്തിപ്പെടുത്താനാണ് ഗൗരവ് ഗൊഗോയി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, തെലങ്കാനയിൽ നടന്നതുപോലെ ലോകസഭാ MP ആയിരുന്ന രേവന്ത് റെഡ്ഡിയെ ഇറക്കി തെലങ്കാന പിടിച്ചതുപോലെ അതിന് സമാനമായി തന്നെയാണ് അസമിലും കോൺഗ്രസ് കരുക്കൾ നീക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് പാർട്ടി ഏറ്റവും ദുർബലമായ ബോഡോലാൻഡ് ടെറിട്ടോറിയൽ കൗൺസിലിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചതും BJP വിരുദ്ധ വോട്ടുകൾ BPFിലേക്ക് ധ്രുവീകരിക്കപ്പെട്ടതുകൊണ്ട് സീറ്റൊന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കോൺഗ്രസിന് സാധിച്ചത് തന്നെ ഒരു നല്ല സൂചനയാണ് അവർക്ക് നൽകുന്നത്. വിവിധ സമുദായങ്ങളുടെ സംവരണ പ്രക്ഷോഭങ്ങളും ഗായകനും നടനുമായ സുബിൻ ഗർഗിൻ്റെ മരണവും ഹിമന്ത് വിശ്വ ശർമ്മയ്ക്ക് ഇപ്പോൾ വലിയ തലവേദനയും പ്രതിസന്ധിയും സൃഷ്ടിച്ചിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ DK ശിവകുമാർ അവിടെ എത്തിയിരിക്കുന്നത്. ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ വർഗീയ കാർഡിറക്കുന്ന മുഖ്യമന്ത്രിയാണ് ശർമ്മ എന്ന് നമുക്കറിയാം. അദ്ദേഹത്തെ പൂട്ടേണ്ടത് ഒരു മതേതര രാജ്യത്തിൻ്റെ ആവശ്യമായി വന്നപ്പോഴാണ് കോൺഗ്രസ് ഈ നീക്കത്തിന് തയ്യാറായത്. നമുക്കറിയാം, മുൻ മുഖ്യമന്ത്രി തരുൺ ഗൊഗോയിയുടെ മകനായ ഗൗരവ് ഗൊഗോയി മികച്ച പാർലമെന്റേറിയനും വെറും 43 വയസ്സിൻ്റെ പ്രസരിപ്പുമുള്ള നേതാവാണ്. വിഘടിച്ചു നിൽക്കുന്ന ന്യൂനപക്ഷങ്ങളെ അസമിൽ ഒന്നായി കൊണ്ടുവന്നാൽ തന്നെ ആ സംസ്ഥാനത്ത് കോൺഗ്രസിന് സുഖമായി ഭരണം പിടിക്കാം. എത്രയോ പാർട്ടികളായി മാറിക്കഴിഞ്ഞ ന്യൂനപക്ഷങ്ങൾ ഗൗരവ് ഗൊഗോയി വന്നതോടുകൂടി ഒന്നിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. അതിനുള്ള കരുക്കൾ നീക്കുമ്പോഴാണ് സുബിൻ ഗർഗിൻ്റെ മരണമുണ്ടായതും DK ശിവകുമാർ എന്ന കോൺഗ്രസിൻ്റെ എക്കാലത്തെയും ട്രബിൾ ഷൂട്ടർ അവിടെ എത്തുന്നതും. എല്ലാ കാലത്തും ഹിമന്ത് വിശ്വ ശർമ്മയുടെ വർഗീയ രാഷ്ട്രീയത്തെ എതിർത്തിട്ടുള്ള സുബിൻ ഗർഗിൻ്റെ മരണത്തിൽ ആ മുഖ്യമന്ത്രിക്കും പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്നവർ സംസ്ഥാനത്ത് ഏറെയാണ്. പോലീസ് പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്ത സുബിൻ ഗർഗിൻ്റെ മാനേജർ സിദ്ധാർത്ഥ് ശർമ്മ BJPക്കാരനാണെന്നുള്ളതും അയാൾക്ക് മുഖ്യമന്ത്രി ഹിമന്തോടുള്ള അടുപ്പവും അദ്ദേഹത്തിനെതിരെ ഒരു പൊതുബോധം സൃഷ്ടിക്കുന്നതിന് കാരണമായി കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഈ അവസരത്തിലാണ് ജോർഹട്ടിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി കർണാടക ഉപമുഖ്യമന്ത്രി കൂടിയായ DK ശിവകുമാർ ബന്ധുക്കളെ ആശ്വസിപ്പിച്ചത്. രാഹുൽ ഗാന്ധി ദക്ഷിണ അമേരിക്കയുടെ സന്ദർശനത്തിലായതുകൊണ്ടും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ ആശുപത്രിയിലായതുകൊണ്ടുമാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇങ്ങനെയൊരു ട്രബിൾ ഷൂട്ടറെ അസമിൽ അയച്ചതും അവിടെ ചില കാര്യങ്ങൾ നടത്താൻ നിയമിച്ചതും. എന്തായാലും അടുത്ത 6 മാസം ഹിമന്തയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടം തന്നെയായിരിക്കും എന്നുറപ്പിക്കുമ്പോൾ ഒരു സംസ്ഥാനം കൂടി കോൺഗ്രസിൻ്റെ പട്ടികയിലേക്ക് വരുമെന്നുള്ളതിൻ്റെ സൂചനയാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് ആ വീഡിയോ കണ്ടു നോക്കാം. Be 400, you will get justice. That's what I can say.